ശ്രീരേഖ രേഖാമേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഈ മുട്ടയുടെ പാക്ക് പറഞ്ഞല്ലോ. മുട്ട, പിന്നെ നെല്ലിക്കപ്പൊടി, പിന്നെ കാപ്പിപ്പൊടി, പിന്നെ ഒലിവ് ഓയിൽ. അപ്പോൾ ഈ പാക്ക് തേച്ചാൽ മുടി കറക്കുമെന്ന് ചോദിച്ചു. നരച്ച മുടിയിൽ കളർ വ്യത്യാസം വരും കേട്ടോ. ബ്ലാക്ക് ആവണമെന്നില്ല, കളർ വ്യത്യാസം വരും. കാരണം ബ്രൗൺ ഈ കോഫി പൗഡറൊക്കെ ഉള്ള കാരണം, നെല്ലിക്കയുള്ള കാരണം ഉള്ള വൈറ്റിനേക്കാളും കുറച്ച് വ്യത്യാസം വരും. നമുക്ക് ബ്ലാക്ക് ആവണമെങ്കിൽ ഞാൻ ഹെയർ ഡൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി നെല്ലിക്കപ്പൊടിയും ഫസ്റ്റ് പാക്കായിട്ട് ഉപയോഗിക്കുന്നതും, പിന്നീട് ഇൻഡിഗോ പൗഡർ നീലാമരി ചേർത്തിട്ടുള്ളതും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ ഇത് ആദ്യത്തെ പാക്ക് തേക്കുമ്പോൾ മുടി നല്ല ബ്രൗൺ ആവും. അപ്പോൾ ബ്രൗണിൽ സെക്കൻഡ് പാക്കായ നീലമരി ഇൻഡിഗോ, അതിൻ്റെ കളറ് വയലറ്റ് ആണ്. പച്ച കളറാണെങ്കിലും അത് ശരിക്കും വയലറ്റ് കളറാണ്. വെള്ളത്തിൽ കലക്കിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വയലറ്റ് ബ്രൗണിൽ മിക്സ് ആകുമ്പോഴാണ് നമുക്ക് കളറ് ബ്ലാക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളറ് വേണമെന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. വീഡിയോ 2 തരം ഹെയർ ഡൈ ഇട്ടിട്ടുണ്ട്. ഒന്ന് ബീട്രൂട്ടിൻ്റെയും ഒന്ന് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം കേട്ടോ. കണ്ടിട്ട് നല്ല മാറ്റമുണ്ട്, 100% അത് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഹെയർ എല്ലാം ബ്ലാക്ക് ഹെയർ ആക്കണത് എങ്ങനെയാണെന്ന് അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഒന്ന് നോക്കൂ കേട്ടോ, കണ്ടു നോക്കൂ. അപ്പോൾ ഈ പാക്ക് തേക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പാക്ക് തേക്കുമ്പോൾ മുടി നല്ല ഹെൽത്തി ആവും. പിന്നെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അങ്ങനെ മുടിക്കൊരു തിക്നെസ് ഉണ്ടാവും, മുടി ധാരാളം വളരും. നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ളതാണ് ഒലിവ് ഓയിൽ. അപ്പോൾ അതും നമുക്ക് തേക്കുമ്പോഴത്തേക്കും മുടി പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നല്ലോണം ഉള്ളു വയ്ക്കും, മുടിക്കൊക്കെ നല്ല ഉള്ളൊക്കെ വയ്ക്കും. അപ്പം ഞാൻ ആ തേച്ച പാക്കാണ് കേട്ടോ ഇത്. അത് തേച്ചതാണ് മുട്ട ഇതും. അപ്പോൾ തലേ ദിവസം നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്മെല്ലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ ഒലിവ് ഓയിലൊക്കെ കൂടി ചേർന്നിട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് ഓയിലായിട്ട് കണ്ടോ, മുടി ഓയിലായിട്ട് തോന്നാൻ കാരണം അതാണ് കേട്ടോ. നല്ല ഇതാണ് കേട്ടോ, അഴുക്കൊക്കെ പോകും. അതിൻ്റെ പാക്ക് തേച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞു, മോനും തേച്ചു കൊടുത്തു. അപ്പോൾ ഏത് കുട്ടികൾക്ക് വരെയും തേക്കാവുന്നതാണ് കേട്ടോ ഈ പാക്ക്. അപ്പം ഇതൊക്കെ ഇങ്ങനെ മാറ്റി നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മുടിക്ക് നല്ല വ്യത്യാസം വരും. പിന്നെ സ്പ്ലിറ്റ് എൻഡ് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് മുടി തുമ്പ് ഇത്തിരീശ വെട്ടിക്കളയണം, സ്പ്ലിറ്റ് എൻഡ് ഇല്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായിരുന്നു മുടി വെട്ടാൻ പറ്റുന്ന ദിവസം ഏതാണെന്ന്. അപ്പോൾ സാധാരണ രീതിയിൽ ചൊവ്വാഴ്ചയൊന്നും വെള്ളിയാഴ്ചയൊന്നും വെട്ടാറില്ല. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം പൗർണമി ദിവസം നല്ലതാണ് കേട്ടോ. അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ. എന്തുകൊണ്ട് പൗർണമി ദിവസം മുടി വെട്ടാൻ നല്ലതാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് അന്നാണ് ഫുൾ മൂൺ എന്ന് പറയില്ലേ, പൂർണ്ണചന്ദ്രൻ. ശരിക്കും അതിൻ്റെ എല്ലാ എനർജിയും നമുക്ക് കിട്ടുന്ന ദിവസമാണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാണ്, ഈ പൗർണമി ദിവസം മുടി വെട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മുടി എപ്പോഴും കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, കാരണം സ്പ്ലിറ്റ് എൻഡ് ഇല്ലാതാവുക. പിന്നെ ഈറൻ മുടി നമുക്ക് കെട്ടിവെക്കാൻ പാടില്ല കേട്ടോ. ഈറൻ മുടി കെട്ടിവെച്ചാൽ കായ വരും. കായ വന്നു കഴിഞ്ഞാൽ പിന്നെ കുരുകുരു പോലെ കാണാം മുടിയിലൊക്കെ. പിന്നെ അവിടെ വെച്ചിട്ട് പൊട്ടിപ്പോവും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മുടി വളരാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇഞ്ച ഉണ്ടല്ലോ, എല്ലാവർക്കും പരിചിതമായ ഇഞ്ചക്കൊരണ്ടൻ. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താളി കൂടിയാണ് കേട്ടോ അത്, ഇഞ്ചക്കൊരണ്ടൻ താളി. അതായത് ഇത് ഇഞ്ച മാത്രമായിട്ട് അമ്മ തേക്കും കേട്ടോ താളി. ഇതെങ്ങനെയാന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിൽ ഇത് ഇട്ട് വെക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇതിലുള്ള എല്ലാ സത്തും ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കും. നമുക്ക് തല കഴുകാൻ പറ്റുന്നത്ര വെള്ളം മതി കേട്ടോ, ഒരുപാട് വേണ്ട. കുറച്ച് വെള്ളം വേണ്ടവർ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിന് ഇഞ്ചക്കരണ്ടൻ ഉണ്ടാവും, ഇഞ്ചക്കരണ്ടൻ എന്ന് പറയും. ഇതിൻ്റെ ഒരു കഷ്ണം അങ്ങനെ തന്നെ ഇട്ടിട്ട് കണ്ടോ, അങ്ങനെ തന്നെ ഇട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം.
പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇതിന്റെ കൊഴുപ്പ് മുഴുവൻ ആ വെള്ളത്തിലുണ്ടാവും. അല്പം വേണ്ടവർ അല്പം എടുക്കുക, എന്നിട്ട് അത് തലോട്ടിൽ തേച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്പം ഇട്ടാൽ മതി കേട്ടോ, കുറച്ചിട്ടാൽ മതി, ഒരുപാട് വെള്ളം വേണമെന്നില്ല. എന്നിട്ട് നമ്മളത് തലോട്ടിൽ തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുടിയുടെ അഴുക്കെല്ലാം പോകും. നമുക്ക് ഷാമ്പു ഇല്ലാതെ തന്നെ മുടി ക്ലിയറാണ് കേട്ടോ. അപ്പൊ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താളിയാണിത്, ഇഞ്ചക്കൊരണ്ണൻ താളി കേട്ടോ. അപ്പൊ എപ്പോഴും അമ്മ അത് പറയും അതിനെക്കുറിച്ച്. ഞാൻ കുട്ടിക്കാലത്ത് ഇതുപോലെ അമ്മ എന്നെ തേപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. ഈ കെമിക്കലായിട്ടുള്ള ഷാമ്പു സോപ്പൊക്കെ ഉപേക്ഷിക്കാം, പകരം ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് വേണ്ടത്ര മതി, തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടത്ര വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഇത് മുക്കി വെക്കണം. പിറ്റേ ദിവസം ഞരടി പിഴിഞ്ഞ് ആ വെള്ളം എടുക്കുക, ഊറ്റി വെള്ളം എടുത്തിട്ട് വെള്ളം തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. പിറ്റേ ദിവസത്തേക്ക് മുടി നല്ല അത് അന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് തേക്കേണ്ടത്. മുടി കഴുകി കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നല്ല സൂപ്പർ ആവും കേട്ടോ, അഴുക്കൊക്കെ പോകും, ഷാമ്പു ഇട്ട പോലെ തോന്നും നമുക്ക് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ, ഷാമ്പു സോപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മള് ഷാമ്പു സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ കെമിക്കലായിട്ടുള്ള എഫക്റ്റ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതായത് തലവേദന, ചിലവർക്ക് ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ തലവേദന, അത് ആ കെമിക്കല് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുടിയും കൊഴിഞ്ഞു പോകും, സോപ്പാണെങ്കിലും അതെ കേട്ടോ, മുടിയും കൊഴിഞ്ഞു പോകും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഈ ആയുർവേദം ഉപയോഗിച്ച് മുടി സംരക്ഷിക്കാം. ഇഞ്ചക്കൊരണ്ണനൊക്കെ ഉപയോഗിച്ചും പിന്നെ ചെമ്പരത്തി താളി ഉപയോഗിച്ചും നെല്ലിക്കപ്പൊടി ചേർത്തും ഒക്കെ മുടി നമുക്ക് ഇരട്ടിമധുരം സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഇരട്ടിമധുരത്തിനൊക്കെ പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ നിർത്താൻ പറ്റും കേട്ടോ. ഈ കെമിക്കലായിട്ടുള്ള ഷാമ്പു സോപ്പ് എല്ലാം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ചിലർ വിചാരിക്കേ ഈ ഷാമ്പു ഇല്ലാതെ മുടി എങ്ങനെ നമുക്ക് അഴുക്ക് കളയാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അഴുക്കെല്ലാം പോകും കേട്ടോ. അപ്പൊ ഇതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ആയുർവേദ ചെടികൾ ഉപയോഗിച്ചും ആയുർവേദ പൊടികൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മുടി വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഞാൻ ഓരോ വീഡിയോയിലും ഓരോ തരം താളികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പൊ അതുമൂലം അങ്ങനെ പരീക്ഷിച്ചവർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഷാമ്പു ഉപയോഗിക്കരുത്, സോപ്പ് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പിന്നെ എങ്ങനെയാ നമുക്കത് ചെളിയൊക്കെ കളഞ്ഞ് മുടി സംരക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അവർ വളരെയധികം താങ്ക്സ് പറഞ്ഞു കേട്ടോ. അവർക്ക് നല്ല ഗുണം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇത് ഉപേക്ഷിക്കുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. ഇന്നത്തെ ഇതാണ് ഇഞ്ചക്കരണ്ടൻ കൊണ്ടിട്ടുള്ള താളിയാണ്. അപ്പൊ അതെല്ലാവരും കുറച്ച് ഇഞ്ചൊക്കെ വാങ്ങിച്ചു വെക്കുക, അധികം പൈസ ചിലവൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി എടുത്തിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാം. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഞരടി പിഴിഞ്ഞിട്ട് അത് തേക്കാം, തലോട്ടില് ആ വെള്ളം എടുത്തിട്ട് തേക്കാം കേട്ടോ. ബെസ്റ്റാണ്. പിന്നെ ഇന്നത്തെ ഇപ്പൊ ടിപ്പ് ഇതാണ്, ചെറിയ ടിപ്പല്ലേ. ഇഞ്ച കാണാത്തവരൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പൊ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചിലവർക്ക് അത് അറിയണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിനു മുമ്പ് മറ്റുള്ള പാക്കായിട്ടുള്ള ഇഞ്ച കൂട്ടിയിട്ടുള്ളത് പാക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ മുടി പിടുത്തുമ്പോൾ ഞാൻ പറഞ്ഞു വിരലുകൊണ്ട് വേണം മുടി പിടുത്താനല്ലേ. മുടി പിടുത്തതിന് ശേഷം നമ്മൾ ഈ പല്ലകന്നിട്ടുള്ള കോമ്പ് വേണം കേട്ടോ ഉപയോഗിക്കുക. പല്ലകന്നിട്ടുള്ള കോമ്പാവുമ്പോൾ മുടി പൊട്ടിപ്പോവില്ല. പിന്നെ നമ്മൾ മുടി പിടുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇത് കോമ്പ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വിരൽ കൊണ്ടിട്ട് നമ്മൾ പിടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പ് ഉപയോഗിക്കേണ്ട സമയത്ത് ഈ അറ്റുണ്ടല്ലോ, മുടിയുടെ അറ്റത്തുനിന്ന് വേണം നമ്മൾ പിടുത്താൻ കേട്ടോ. അറ്റം ഇങ്ങനെ പിടുത്തി മുകളിലേക്ക് കയറി വരണം. അപ്പോൾ നമുക്ക് മുടിയൊന്നും പൊട്ടിപ്പോവില്ല കേട്ടോ. ആദ്യം നിങ്ങൾ ഈ കണ്ടോ ഫിംഗർ ഉപയോഗിച്ചിട്ട് വേണം ജടയൊക്കെ കളയാൻ കേട്ടോ. എന്നിട്ട് പതുക്കെ ചെയ്യാം. പിന്നെ ഹെയർ കോമ്പിങ് മസാജ് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഷോർട്ടായിട്ട്. ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, പുതിയ ആൾക്കാർക്കായിട്ട് പുതിയ ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയെല്ലാം ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇവിടുന്നേ ഇങ്ങനെ തലോട്ട് ഇങ്ങനെ ഇരി ഡെയിലി 2 നേരം ഏരിയാൽ അത്രയും നല്ല കേട്ടോ. മുടി നന്നായിട്ട് വളരും.
അതായത് 5 മിനിറ്റ് മതി. കാലത്ത് 5 മിനിറ്റും ഈവനിങ് ടൈമിൽ 5 മിനിറ്റും നമ്മൾ ഇതുപോലെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് മുടി ഇങ്ങനെ ഈരിക്കൊണ്ടിരിക്കുക, കോംബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആയിട്ട് നമുക്ക് മുടി ധാരാളം വരും കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ പല്ലകന്നിട്ടുള്ള ചീപ്പ് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കോമ്പിങ് മസാജ്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തോളൂ, നല്ല റിസൾട്ടാണ്. ഇത് അധികം പൈസ ചിലവില്ലാത്ത കാര്യമാണ് ഈ കോമ്പിങ് മസാജ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചേച്ചി എനിക്ക് ഇതുപോലെ കോംബ് ചെയ്തിട്ട് എനിക്ക് വ്യത്യാസമുണ്ട്, മുടി വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മുടെ കസിനാണ്. അപ്പോൾ ഇതുപോലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ കോംബ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടി 2 നേരം ചെയ്യായിരുന്നു. 5 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. 5 മിനിറ്റ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം വരും കേട്ടോ. ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആവും. അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് എല്ലാം ഓപ്പൺ ആവും. വല്ല പൊടികൾ താരനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചെയ്യുക, 2 നേരം ചെയ്യുക കേട്ടോ. ഇതിന് പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണ് അല്ലേ. 5 മിനിറ്റ് നമ്മൾ ചിലവഴിച്ചാൽ ഇതിനു വേണ്ടി, കാലത്തും അതുപോലെ ഈവനിങ്ങും. നനഞ്ഞ മുടിയിരരുത് കേട്ടോ. ഉണങ്ങിയതിന് ശേഷം ഇരാവൂ കേട്ടോ. മുടി ഉണങ്ങിയതിന് ശേഷം കോംബ് ചെയ്യുക കേട്ടോ. ഇതുപോലെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കണം എല്ലാവരും. അപ്പം മുടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. എത്രയൊക്കെ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് മുടി കൊണ്ട് നടക്കാൻ സൂക്ഷിച്ച് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.